അനുഭവിച്ചൊരു വാക്കാണ് ഗ്ലട്ടണി എന്ന് പറഞ്ഞ്. ഗ്ലട്ടണി എന്ന് പറയുമ്പോഴത്തേക്കും എന്താ ഞാൻ പറയണ്ടേ, എക്സസീവ് ഈറ്റിംഗ്, ഓവർ ഈറ്റിംഗ്, ഇതൊക്കെയാണ് നമ്മൾ ഗൂഗിൾ ചെയ്താൽ നമുക്ക് നോക്കാൻ പറ്റുന്നത്. ഇന്നലെ പിള്ളേരുടെ മിഡ്ടേം റിസൾട്ട്സ് വന്നായിരുന്നു. റിസൾട്ട്സ് വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും കുഴപ്പമില്ലാത്ത മാർക്കായിരുന്നു. അപ്പോൾ അവരെ റിവാർഡ് ചെയ്യണമല്ലോ. റിവാർഡ് ചെയ്യുമ്പോഴത്തേക്കും അവരെ എന്താ ചെയ്യുക, നമ്മൾ സാധാരണ എൻ്റെ ഫസ്റ്റ് മിസ്റ്റേക്ക്, അവരെ ഇവിടെ കൊണ്ടുപോയി കഴിക്കാൻ കൊണ്ടുപോയ സ്ഥലത്ത് ഓർഡർ ചെയ്തപ്പോഴത്തേക്കും ഞാൻ ആദ്യം ചിന്തിച്ചായിരുന്നു ഞാനൊന്നും കഴിക്കത്തില്ല. ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ സാൻഡ്വിച്ച്, ഒരു ഷാർജ ഷേക്ക്, ഒരു ഓറിയോ ഷേക്ക്, ഫ്രഞ്ച് ഫ്രൈസ്. അപ്പം ടേബിളിൽ സാധനങ്ങളെല്ലാം വന്നു. ഞാൻ കഴിക്കത്തില്ലെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ മറിയ പിന്നെ പറഞ്ഞു, അപ്പാ കഴിക്കപ്പാ. ഇവിടാണ് രണ്ട് സിറ്റുവേഷന്. കഴിക്കപ്പ എന്ന് പറയുമ്പോഴത്തേക്കും മോളുടെ സ്നേഹം കൊണ്ട് ഞാൻ കഴിച്ചതാണോ, എൻ്റെ കൊതി കൊണ്ട് കഴിച്ചതാണോ? ഇവിടാണ് ഓവർ ഈറ്റിംഗ്, എക്സസീവ് ഞാൻ പറഞ്ഞ പോയിൻറ്റ്. സത്യം പറഞ്ഞ ആ ചിക്കൻ സാൻഡ്വിച്ച് വന്നപ്പോഴത്തേക്കും നല്ല മണമായിരുന്നു. അത് എനിക്ക് കഴിക്കാൻ തോന്നി കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അപ്പം ഈ ഗ്ലട്ടണി എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ ഗ്രീഡ് ഫോർ ഫുഡ്. പിന്നെ ഷേക്കിൻ്റെ കാര്യം പറയണമല്ലോ. ബാക്കി വന്നപ്പോഴത്തേക്കും അവരെല്ലാം നിർത്തിയപ്പോഴത്തേക്കും എന്തായാലും പൈസ കൊടുത്ത് മേടിച്ചല്ലേ, കളയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഓരോ ഷേക്കിന് ബാക്കിയും ഷാർജ ഷേക്കിന് ഇച്ചിരിയും എല്ലാം കുടിച്ച് തീർത്തു. എന്താ അന്ന് മുതൽ ഞാനിപ്പോൾ ഇന്നലെ മുതൽ ഞാനിങ്ങനെ ചിന്തിക്കുക, ഗ്ലട്ടണിയും ഈ പറയുന്ന കൊതിയും എക്സസീവ് ഈറ്റിംഗ് ഇതൊക്കെ എത്രമാത്രം നമ്മളെ ബാധിക്കുമെന്നുള്ളത്. Do you think you are also a victim of gluttony? Think over it. That's all.